ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മൾ കളിക്കുന്നത് ഇവനെ കൊണ്ടാണ് ഗൈസ്. ഇവനെ നമുക്ക് കിട്ടിയതാണ്, സ്പിൻ ചെയ്തപ്പോൾ കിട്ടിയതാണ് ഗൈസ്. എന്തായാലും കൊള്ളാം. നമുക്ക് ഇവനെ നേരെ ഗ്യാരേജിലോട്ട് കൊണ്ടുപോയി ഗൈസ് ഫുള്ള് പണിയും ചെയ്യണം ഗൈസ്. ഇതുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗൈസ്. ഇതുപോലത്തെ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിസാൻ സ്കൈലൈൻ ആണെങ്കിലും മസ്താങ് GT ആണെങ്കിലും ഗൈസ്, അങ്ങനെ കുറച്ച് BMW M4 ആണെങ്കിലും ഗൈസ് നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്തായാലും ചാനൽ കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും കയറി നോക്കുക, എന്നത് പോയി വീഡിയോസൊക്കെ കാണുക ഗൈസ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് കണ്ടൻസ് ഒക്കെ ആയിരിക്കും ഗൈസ്. വണ്ടികളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഗൈസ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഷോർട്സ് ആണെങ്കിൽ ഗൈസ് ഉറപ്പായിട്ടും നമ്മൾ ചാനൽ കയറുക, നോക്കുക ഗൈസ്. അല്ലാത്ത വീഡിയോസ് അല്ലാതെ നമ്മൾ ഫുൾ വീഡിയോ കാണുന്നതെങ്കിൽ ഗൈസ് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് പറയാം. നമുക്ക് എന്തായാലും വണ്ടി അങ്ങോട്ട് എടുക്കാം. നമ്മൾ കാറ്റിലാണ് ഗൈസ് വണ്ടി വെച്ചേക്കുന്നത്. നേരെ അങ്ങോട്ട് കൊണ്ടുപോവുക സ്ഥലത്തോട്ട്. നമ്മുടെ ഗ്യാരേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വീട് ഗൈസ്. അവിടെ കൊണ്ടുപോവുക, നമ്മൾ വണ്ടി പണിയുക ഗൈസ്. അതാണ് നമ്മൾ ആകെ എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടിയിൽ 3rd ഗിയർ വരെ ഉള്ളെന്ന് തോന്നുന്നു ഗൈസ്. വണ്ടി 100 കയറുമോ എന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ 100 കയറത്തില്ല ഗൈസ്. അപ്പോൾ 4 ഗിയർ ഉണ്ടോ ഗൈസ്? വണ്ടിക്ക് 4 ഗിയർ ഉണ്ട് കേട്ടോ. ഇനിയും ചിലപ്പോൾ 5 ഗിയറൊക്കെ കാണും, പറയാൻ പറ്റത്തില്ല. പക്ഷെ ചെറിയ വണ്ടിയാണ് കേട്ടോ, കുഞ്ഞു വണ്ടിയാണ് ഗൈസ്. വണ്ടി പോകുന്നുണ്ടോ? കുഞ്ഞു വണ്ടിയാണ്. എവിടെ വേണേലും കൊണ്ടുപോവാം, എങ്ങോട്ട് വേണേലും കൊണ്ടുപോകാം, ഏത് തിരക്കിനകത്ത് വേണേലും ഗൈസ് വണ്ടി കൊണ്ടുപോകാം ഗൈസാണ്. പക്ഷേ ഗൈസ് വണ്ടിക്ക് ഭയങ്കര ഇതാണ്, വലിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സലറേഷൻ കുറവാണെന്ന് തോന്നുന്നു ഗൈസ്. വലിച്ചാണ് വണ്ടി എടുക്കുന്നത്. എന്തായാലും നമ്മൾ 110 കയറി കേട്ടോ ഗൈസ്. വണ്ടി 110 കയറി, അത്രയൊക്കെ ഉണ്ട് കേട്ടോ, അത്രയൊക്കെ പവറൊക്കെ ഉണ്ട്. 115 ഇറക്കം വേണ്ട ഗൈസ്. 120 ഗൈസ്. വണ്ടി 123-4 ഗൈസ്. 124 വരെയാണ് നമ്മൾ ഹൈ സ്കോർ എന്ന് ഗൈസ് പറയുന്നത് ഗൈസ്. കണ്ടോ, നൈസായിട്ട് വന്നിട്ട് സ്പീഡും കുറഞ്ഞ് അതിൽ ഇറക്കം വന്നതിൻ്റെ ആയിരുന്നു പിന്നെ ഒന്ന് സ്പീഡ് കൂടിയത് ഗൈസ്. എന്തായാലും കൊള്ളാം. അതൊക്കെ നേരെ ഗ്യാരേജിലോട്ട് പോവുക, നേരെ ഓരോന്ന് ചെയ്യുക ഗൈസ്. അതുപോലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന വണ്ടി എന്തായാലും നമ്മൾ കൊണ്ടുവരും, എങ്ങനെയൊക്കെ കൊണ്ടുവരാൻ നോക്കും ഗൈസ്. എന്തായാലും നമ്മളൊന്ന് കൊണ്ടുവരാൻ നോക്കിയിട്ട് നമ്മൾ ആ വണ്ടി ഒന്ന് ഓടിക്കും ഗൈസ്. പക്ഷേ പറ്റുവാണെങ്കിൽ ഗൈസ്, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വണ്ടിയാണ് ഗൈസ് ഉറപ്പായിട്ടും കൊണ്ടുവരും. എന്തായാലും നമുക്ക് വണ്ടി നേരെ ഗ്യാരേജിലോട്ട് ഇടാം. വണ്ടി മുഴുവൻ പണിയാം ഗൈസ്. വണ്ടി എൻജിനൊക്കെ പണിയണം, പവറൊക്കെ ഭയങ്കര കുറവാണ്. നമുക്കിപ്പോൾ നേരെ ഗ്യാരേജിലേക്ക് വിട്ടാലോ? ഓക്കെ ഗൈസ്, നമ്മുടെ വണ്ടി നമ്മുടെ ഗ്യാരേജിൻ്റെ അടുത്തോട്ട് അടുക്കാറായിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഒരു 500 മീറ്റർ ഇവിടെ കാണത്തുള്ളൂ. നമ്മുടെ ഗ്യാരേജിലോട്ട് വണ്ടി കയറ്റാം ഗൈസ്. വണ്ടി കയറ്റുക, പണിയുക. നമ്മൾ വേറെ ഈ പെയിൻ്റൊക്കെ അങ്ങ് മാറ്റും ഗൈസ്. ഇതൊക്കെ വേറെ ഒരു കളറൊക്കെ ആക്കണം നമുക്ക്. നമ്മൾ ഈ പെയിൻ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു സുഖമില്ല ഗൈസ്. നമ്മൾ വേറെ രീതിയിൽ കളറൊക്കെ അങ്ങ് ആക്കും ഗൈസ്. എന്തായാലും നമുക്ക് കൊള്ളാം, നമുക്ക് നോക്കാം ഗൈസ്. വണ്ടിയൊക്കെ എന്തായാലും പണിതൊക്കെ നോക്കാം. ഇച്ചിരി പവറൊക്കെ വേണ്ടേ ഗൈസ്? എന്തായാലും ഇതിനൊക്കെ ഗൈസ് ഇതൊരു ആമത്തോട് പോലെയാണ് ഗൈസ് ഈ വണ്ടി ഇരിക്കുന്നത്. പിന്നെ വണ്ടി കണ്ടോ, കയറുന്നില്ല ഗൈസ്. വണ്ടി കയറുന്നില്ല, വണ്ടി വലിച്ചാണ് കയറുന്നത് ഗൈസ്. നമ്മൾ ബ്രോഡ്വേയിലാണ് നമ്മുടെ ഗ്യാരേജ് എന്ന് പറയുന്നത് ഗൈസ്. നമ്മുടെ ബ്രോഡ്വേ എന്ന് പറഞ്ഞാൽ ഇതാണ് ഗൈസ് സംഭവം ഗൈസ്. നമ്മുടെ വീട് ഇവിടെ ഉണ്ട് ഗൈസ്. എന്തായാലും നമ്മൾ വണ്ടി ഇങ്ങോട്ടിട്ട് നേരെ അങ്ങോട്ട് കറക്കി അതൊക്കെ പറ്റും കേട്ടോ ഗൈസ്. ഒറ്റയടി കറക്കിയൊക്കെ നിർത്താനൊക്കെ പറ്റും ഗൈസ്. നൈസായിട്ട് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലുക്ക് എന്നൊക്കെ പറയുന്നത് ഗൈസ്. ഇതാണ് നമ്മൾ വണ്ടി പണിത ലുക്ക് ഗൈസ്. ഇവിടെയാണ് ഗൈസ് നമ്മൾ പണിതത്. വണ്ടി ഇങ്ങനെയൊക്കെയാണ് ഗൈസ് ഇരിക്കുന്നത്. നമ്മൾ റിമ്മൊക്കെ ജസ്റ്റ് മാറ്റി ഗൈസ് ഒരു സീനാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും കൊള്ളാം. ഇവനെ കൊണ്ടൊന്ന് ഓടിച്ച് നോക്കാം ഗൈസ്. ഇവ എത്ര കിലോമീറ്റർ സ്പീഡിൽ കയറണമെന്നൊക്കെ അറിയണമെന്നൊക്കെ ചിലർക്കൊക്കെ ആഗ്രഹം കാണും ഗൈസ്. എന്തായാലും ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഗൈസ്. ഈ കളറൊക്കെയാണ് നൈസാണ് ഗൈസ്, നൈസാണ് നമുക്ക്. എന്തായാലും ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ സൗണ്ട്, എക്സോസ്റ്റ് സൗണ്ട് എന്നൊക്കെ പറയുന്നത് ഗൈസ്. അതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇങ്ങനെയാണ് ഗൈസ്. എന്തായാലും ഗൈസ് നമുക്ക് വണ്ടിക്ക് ഭയങ്കര ഇതാണെന്ന് തോന്നുന്നു ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഭയങ്കര വെള്ളത്തിൽ കിടന്നങ്ങനെ പൊട്ടത്തില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു വെള്ളത്തിൽ കിടന്നങ്ങനെ പൊട്ടൂല എന്നാണ് ഗൈസ് തോന്നുന്നത്. നമ്മൾ ഞാൻ ഗൈസ് കണ്ടോ, വെള്ളത്തിൽ കിടന്ന് പൊട്ടത്തില്ല ഗൈസ്. വെള്ളത്തിൽ കിടന്ന് വണ്ടിക്ക് തീ വരത്തില്ല. അല്ലാതെ ഇനി വരുമെന്ന് ഇനി അറിഞ്ഞുകൂടാ ഗൈസ്. എന്തായാലും നമ്മൾ വണ്ടി ഓടിച്ചു നോക്കിയിട്ടില്ല. ഉറപ്പായിട്ടും വെള്ളത്തിൽ കിടന്ന് പൊട്ടാൻ ചാൻസ് കുറവാണ്. കാരണം നമ്മൾ ഇച്ചിരി ഒറിജിനാലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് അങ്ങോട്ട് വണ്ടി എടുക്കാം ഗൈസ്. വണ്ടിയുടെ ഫ്രണ്ട് ഇടിച്ചെന്ന് തോന്നുന്നു. ഇടിച്ച് പൊളിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് ഇടിച്ച് ഗൈസ്, ഫ്രണ്ട് ഇടിച്ച്. നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലായിരുന്നു, വലിയ ഹൈറ്റും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഫ്രണ്ട് ഇടിക്കുമെന്ന് വിചാരിച്ചില്ല ഗൈസ്. പക്ഷേ ഫ്രണ്ട് ഇടിച്ചു വണ്ടിയുടെ.
ഗൈസ്. ഓ വണ്ടി കയറുന്നില്ല ഗൈസ്. ഓ വണ്ടി പണിതൊക്കെ വെറുതെ ആയെന്ന് തോന്നുന്നു. ഇത്രയും ഹൈപ്പൊക്കെ കൊടുത്ത് വെച്ചിട്ട് ഗൈസ് വണ്ടി കയറിയടാ ഗൈസ്. അയ്യോ ഇടിച്ചില്ല ഗൈസ്. ഓക്കെ, നമ്മൾ വണ്ടി പണിതിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് ഇച്ചിരി ഡാമേജ് ആയിട്ടുണ്ട് ഗൈസ്. വേറെ സീനൊന്നുമില്ല. വണ്ടി ഇപ്പോഴും നൈസ് കണ്ടീഷനിൽ തന്നെയാണ്. ഒരു സീനില്ല. കണ്ടോ ഗൈസ്, ലുക്കാണ് കേട്ടോ. ഈ സ്ഥലം ഇങ്ങനെയൊക്കെ കാണാൻ ലുക്കാണ് ഗൈസ്. അല്ലാത്ത കണ്ടോ ഇങ്ങനെയൊക്കെ കാണാം. ഈ ഒരു ലുക്ക് മതി. പിന്നെ എന്തോ വേണം, ഇത് കൂടുതൽ ഇനി എന്തോ വേണം ഗൈസ്. നൈസായിട്ട് റോഡിലോട്ട് വണ്ടി അങ്ങോട്ട് കയറ്റുക, പോവുക ഗൈസ്. നമ്മൾ വണ്ടി അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ വണ്ടി ലുക്ക് ഗൈസ്. സീനാണ് കേട്ടോ. വണ്ടി കാണാം, അതെ പൊട്ടുന്നുണ്ട്. ഇപ്പോൾ പൊട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വെള്ളത്തിൽ കിടന്നുകൊണ്ടാണ് ഗൈസ് നമ്മുടെ വണ്ടി പൊട്ടാനെ. അല്ലാതെ റോഡിലൊക്കെ കൊണ്ടുവരുമോ ഗൈസ് നമ്മുടെ വണ്ടിയൊക്കെ പൊട്ടു ഗൈസ്. വണ്ടിയുടെ സ്പീഡും ഇച്ചിരി സംഭവമൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു വണ്ടി എടുത്ത് വരുന്ന കാണുമ്പോഴേ അറിയാം ഗൈസ്. കൈ കൊടുക്കുമ്പോൾ പുറമോട്ട് പോവുക, ഫ്രണ്ടിലോട്ട് വരും. ആ ഒരു പവറും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഓ, നമ്മൾ ഡ്രിഫ്റ്റൊക്കെ ചെയ്ത് ഇങ്ങനെ തിരിച്ചൊക്കെ എടുക്കാനാണ്. പക്ഷേ നൈസായിട്ട് പിന്നെയും വലിച്ച് ഗൈസ്. വെയ്യെ കയറിയൊക്കെ വരുന്നുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. നമ്മുടെ പുറവശം കുഞ്ഞതായിട്ടൊന്ന് ചളിങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളത് ശ്രദ്ധിച്ചില്ല. അത് ആ ഒരു കയറ്റിങ്ങനെ കയറിയില്ല. അപ്പോൾ നമ്മുടെ ബാക്കിൽ നൈസായിട്ടൊന്ന് അടിച്ചായിരുന്നു തോന്നുന്നു ഗൈസ്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ട്രാക്കിലോട്ട് നമ്മുടെ വണ്ടി കൊണ്ടുവരാം. ട്രാക്കിൽ കൊണ്ടുവരിക, വണ്ടിക്ക് ടോപ്പ് സ്പീഡ് എങ്ങനെയാണെന്ന് നോക്കാം ഗൈസ്. എന്തായാലും ഒരു 200 230 വരെ ഗൈസ് എന്തായാലും കയറും. 230 കഴിഞ്ഞ് കയറിയിട്ടുണ്ടെങ്കിൽ ചരിത്രമായിരിക്കും ഗൈസ്. എന്തായാലും നമുക്ക് ഈ വണ്ടി 230 വണ്ടിയോട്ട് കയറുക. കാരണം ഗൈസ് ഞാൻ പണിയുന്നത് എപ്പോഴും ബേസിക്കായിട്ടുള്ളൊരു പണിയാണ് ഗൈസ് എപ്പോഴും വണ്ടി ചെയ്യുന്നത്. അല്ലാതെ വേറെ ഇതായിട്ട് ഭയങ്കരമായിട്ട് എല്ലാവർക്കും പണി അറിയാവുന്ന അങ്ങനത്തെ രീതിയിലൊന്നുമല്ല ഗൈസ്. നമുക്ക് എന്തായാലും നോക്കാം. നമ്മൾ ബേസിക്കായിട്ടുള്ള പണിയാണ് നമ്മളിപ്പോഴും ഈ വണ്ടി ചെയ്യുന്നത് ഗൈസ്. ഓക്കെ, നമ്മൾ വണ്ടി അങ്ങോട്ട് നിർത്താം. ഓക്കെ, നമ്മൾ ഏകദേശം ഇതായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, ഇങ്ങോട്ട് നിർത്താം. ഓ, വണ്ടി തിരിഞ്ഞത് കണ്ടു ഗൈസ്. സീനാണ്. നമ്മൾ റിവേഴ്സൊക്കെ ഓക്കെ ഗൈസ്, റിവേഴ്സൊക്കെ വന്ന് സെറ്റായി. നടുക്കോട്ട് നിർത്താം ഗൈസ്. വെള്ളവരെയോട് ചേർന്നൊക്കെ കിടക്കട്ടെ ഗൈസ്. എന്തായാലും നമുക്ക് വണ്ടി ഇവിടെ നിന്നാണ് ഗൈസ് നമ്മുടെ ട്രാക്ക് തുടങ്ങുന്നത് ഗൈസ്. നമ്മളെപ്പോഴും ട്രാക്ക് തുടങ്ങാനുള്ള ഇവിടെ വെച്ചാണ് ഗൈസ്. നമ്മുടെ സൗണ്ടൊക്കെ സീനാണ് വണ്ടിയുടെ. കിടിലൻ സൗണ്ടും കാര്യങ്ങളും ഒക്കെയാണ്. ഒരു സീനും ഇല്ല ഗൈസ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് കൊടുത്തു വിടണ്ടേ ഗൈസ്. വണ്ടിക്ക് കുറച്ച് പവറൊക്കെ ഉണ്ട് ഗൈസ്. പവർ സീനൊന്നും ഇല്ല ഗൈസ്. 230 നമ്മൾ പറയുന്നൊരു സമയം പോട്ട് സ്പീഡ് ഗൈസ്. അതിൽ കൂടുതൽ കയറിക്കേണ്ട സീനായിരിക്കും ഗൈസ്. ഫസ്റ്റ് ഗിയർ 90 100 ഗൈസ്. ഫസ്റ്റ് ഗിയർ 100 100 എങ്ങാണ്ടായിരുന്നു ഗൈസ്. സെക്കൻഡ് ഗിയർ സീനായി. തേർഡ് ഗിയർ 200 ഗൈസ്. മൂന്നാമത്തെ ഗിയർ നമ്മൾ 200 വന്നിട്ടുണ്ട് ഗൈസ്. 220 ഗൈസ്. മൂന്നാമത്തെ ഗിയർ 220 മണ്ടക്കോട്ട് വന്നിട്ടുണ്ട്. 3 ഗിയറേ ഉള്ളൂ ഗൈസ്. നമ്മൾ പണിത് കഴിഞ്ഞാൽ പിന്നെ 3 ഗിയർ ഉണ്ടെന്ന് തോന്നുന്നു. ഓ ഡാർക്ക് ഗൈസ്. നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പോയായിരുന്നു. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. നമുക്ക് ഒന്നുകൂടെ പിടിക്കാൻ സമയമുണ്ട്. നമ്മളിത് രണ്ടാമത്തെ ടണലിൽ കഴിഞ്ഞിട്ടില്ല ഗൈസ്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഗൈസ്. 230 ഗൈസ്. 230 കഴിഞ്ഞു തേർഡ് ഗിയർ ഗൈസ്. പക്ഷേ ഇതായിട്ട് തേർഡ് ഗിയർ ഇട്ടിട്ടുള്ളൂ. അപ്പം ഫോർത്ത് ഗിയർ വീണു ഗൈസ്. ഫോർത്ത് ഗിയർ വീണിട്ടുണ്ട്. നമുക്ക് 236 ഗൈസ്. 236 വരെ കയറി കേട്ടോ ഗൈസ്. വണ്ടി സീനാട്ടോ. 236 അത് മതി ഗൈസ്. നമ്മൾ പറഞ്ഞ 230 അതിലൊരു 5 കിലോമീറ്റർ സ്പീഡ് എക്സ്ട്രാ നമുക്ക് വണ്ടി വന്നിട്ടുണ്ട്. അത് തന്നെ ധാരാളമല്ലേ ഗൈസ്. ഓ ഗൈസ്, നമുക്ക് വീണ്ടും നമ്മളെ കൺട്രോൾ ഒട്ടും അങ്ങോട്ട് കിട്ടുന്നില്ല ഗൈസ്. ഈ ഒരു വണ്ടിയിൽ നമ്മളെ കൊച്ചൊരു വണ്ടിയിലല്ല അത്ര പണിത് ഗൈസ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും. എന്തായാലും നമുക്ക് ഒന്നുകൂടെ നോക്കാം ഗൈസ്. എത്ര വരെ കയറി? 236 വരെ കയറത്തുള്ളൂ ചോദിച്ചാൽ ഗൈസ് എനിക്ക് അറിഞ്ഞോടാ എത്ര വരെ കയറുമെന്ന് പറഞ്ഞാൽ. 234 ഗൈസ്. 234 ഗൈസ്. 234 ഓ ഗൈസ്, വണ്ടി അങ്ങോട്ട് കൈ നിൽക്കുന്നില്ല ഗൈസ്. നമുക്ക് 190 ഗൈസ്. 3ാമത് ഗിയറാണ്. നമ്മൾ ഒറ്റ കയറ്റം ഇങ്ങനെ ചവിട്ടി കൊടുത്താൽ മതി ഗൈസ്. 236 വരെ കയറിയില്ല. അത് മതി ഗൈസ്, അത് മതി. എന്തായാലും നമുക്ക് ഇങ്ങോട്ട് പെയ്യെ പോകണം ഗൈസ്. അപ്പോൾ വണ്ടി ഇടിക്കാതെ ഓക്കെ ഗൈസ്. അപ്പം നമ്മുടെ ഇവിടെയാണ് നമ്മുടെ ഫൈനൽ. ആരാണോ അതൊക്കെ
ഗൈസ് എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. 236 നമ്മുടെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ഗൈസ്. എന്തായാലും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗൈസ്. നമ്മുടെ വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഹാൻഡിലിംഗ് ഒക്കെ ഭയങ്കര കുറവായതുകൊണ്ടാണ്. എന്തായാലും എല്ലാവരും ക്ഷമിക്കുക ഗൈസ്. അങ്ങനെയൊക്കെ ഓടിക്കാൻ പറ്റത്തുള്ളൂ എന്നെക്കൊണ്ട് ഗൈസ്. എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ, ബൈ.